Hello students, നമ്മൾ ഇന്ന് ഫോർത്ത് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്നുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ സിലബസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ എ സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എ സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് മെമ്മറി. നമ്മൾ ഓൾറെഡി കോമ്പിനേഷൻ സർക്യൂട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞ മൊഡ്യൂളിൽ. ഏതൊക്കെയായിരുന്നു കോമ്പിനേഷൻ സർക്യൂട്ട്? ആഡർ, അതായത് ഹാഫ് ആഡർ, ഫുൾ ആഡർ, അതുപോലെ മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ. ഇതൊക്കെ ബേസിക്കലി എന്തായിരുന്നു? ഒരു കോമ്പിനേഷൻ സർക്യൂട്ടായിരുന്നു. ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ കൂടെ നമ്മൾ മെമ്മറി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഇതിന് എന്ത് പറയാം? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയാം. സോ ബേസിക്കലി ദ ഔട്ട്പുട്ട് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്, ഓർ വി ക്യാൻ സേ പ്രസൻറ്റ് സ്റ്റേറ്റ്. സോ വളരെ ക്ലിയർ ആണ്. ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രസൻറ്റ് ഇൻപുട്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രസൻറ്റ് ഇൻപുട്ട് എന്താണ് എന്നുള്ളതാണ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് പാരാമീറ്റർ. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി പാസ്റ്റ് ഔട്ട്പുട്ട്. എന്താണ് പാസ്റ്റ് ഔട്ട്പുട്ട്? പാസ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഓൾസോ കോൾഡ് പ്രസൻറ്റ് സ്റ്റേറ്റ്. അതായത് വളരെ ക്ലിയർ ആണ്, നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് ഔട്ട്പുട്ടിൻ്റെയും പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഔട്ട്പുട്ട്സിൻ്റെയും കൂടിയും റിസൾട്ടായിട്ടാണ് നമുക്ക് കറൻറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ പറയുമ്പോൾ മനസ്സിലാവും. സോ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി സർക്യൂട്ട് റെപ്രസെൻറ്റ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ്. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്തിനാണ് ബേസിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി സർക്യൂട്ട്, നമ്മുടെ മൊത്തം സർക്യൂട്ടറിയിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെയാണ് ബേസിക്കലി പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട് will define the output of next state. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. സോ ബേസിക്കലി നമുക്ക് ജനറലി പറയാം, ഇൻ എ സീക്വൻഷ്യൽ സർക്യൂട്ട് ദ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ആസ് വെൽ ആസ് പാസ്റ്റ് ഔട്ട്പുട്ട് ഓർ പാസ്റ്റ് ഔട്ട്പുട്ട്സ്. സോ എങ്ങനെ നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ ഡിഫൈൻ ചെയ്യാം? In sequential circuit the present output depends on not only the present input but also the past output or past set of outputs. ഇതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട് നോക്കാം. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക് ഡയഗ്രാം കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് കാണാം അല്ലേ? ഈ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, മേ ബി ഇത് എന്താവാം? ഒരു ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് ആവാം. ഒരു ബേസിക് ആയിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കത് എന്ത് സർക്യൂട്ടും ആവാം. മേ ബി ഇതൊരു ഹാഫ് ആഡർ ആവാം, ഒരു ഫുൾ ആഡർ ആവാം, ഒരു മക്സ് ആവാം, ഒരു ഡിമക്സ് ആവാം, അതുപോലെ ഒരു എൻകോഡർ ആവാം, ഒരു ഡീകോഡർ ആവാം. ഇതൊക്കെ ആയിരുന്നല്ലോ കോമ്പിനേഷൻ സർക്യൂട്ട്. സോ ഈ എല്ലാ കോമ്പിനേഷൻ സർക്യൂട്ട്സിനും ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹാഫ് ആഡറാണ് എടുക്കുന്നതെങ്കിൽ 2 ഇൻപുട്ടും 3 ഔട്ട്പുട്ടും, നമ്മൾ ഫുൾ ആഡറാണ് എടുക്കുന്നതെങ്കിൽ 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും അല്ലേ? അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഈ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻപുട്ടിലേക്ക് റീകണക്ട് ചെയ്തു. സോ ഈ ഒരു പ്രോസസ്സിനെ ബേസിക്കലി നമ്മൾ പറയുന്നതാണ് ഫീഡ്ബാക്കിംഗ്. So what is meant by feedbacking? A combinational circuit output is fed back to the input of the circuit is called feedbacking. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർകണക്റ്റഡ് ആയി. സോ ആസ് എ റിസൾട്ട് എ മെമ്മറി സ്റ്റേറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ്. വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ കൂടെ ഫീഡ്ബാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സീക്വൻഷ്യൽ സർക്യൂട്ട് കിട്ടും. സോ ഫീഡ്ബാക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? അഡീഷണലി വി ഹാവ് എ മെമ്മറി. അപ്പോൾ എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഹാവിങ് എ മെമ്മറി ഈസ് കോൾഡ് സീക്വൻഷ്യൽ സർക്യൂട്ട് ബേസിക്കലി. സോ ഈ മെമ്മറി വർക്ക് ചെയ്യുന്നത് ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ ബേസിലാണ്. അപ്പോൾ എന്താണ് ഈ ക്ലോക്ക് സിഗ്നൽ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് അടുത്ത സിസ്റ്റത്തിൻ്റെ അതേ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് പറയാം? ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്തായിരുന്നു സീക്വൻഷ്യൽ സർക്യൂട്ട്? എ കോമ്പിനേഷൻ സർക്യൂട്ട് ഹാവിങ് മെമ്മറി, ഓർ വി ക്യാൻ സേ ദ ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രസൻറ്റ് ഇൻപുട്ട് ആസ് വെൽ ആസ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സീക്വൻഷ്യൽ പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ ഈ മെമ്മറീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഔട്ട്പുട്ട്സ് എല്ലാം എടുക്കുന്നത്.
ഇതാണ് ബേസിക്കലി ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ കോമ്പിനേഷൻ സർക്യൂട്ട് ആൻഡ് എ സീക്വൻഷ്യൽ സർക്യൂട്ട്, ഇതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡയഗ്രം എന്ന് പറയുന്നത് ഇതാണ്. സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഫണ്ടമെൻ്റൽ ഡയഗ്രം ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് അതിൻ്റെ കമ്പാരിസൺ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ സർക്യൂട്ടും റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രസൻറ്റ് ഇൻപുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയാം. വാട്ട് അബൌട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട്? ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്. എൻ്റെ പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഔട്ട്പുട്ടിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഇരിക്കുന്നതെങ്കിൽ അത് സീക്വൻഷ്യൽ സർക്യൂട്ട്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, കോമ്പിനേഷൻ സർക്യൂട്ടിൽ മെമ്മറി എലമെൻറ്റ് ഉണ്ടാവില്ല. സോ മെമ്മറി എലമെൻറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ കേസ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ബട്ട് ഇൻ കേസ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് വി ഹാവ് എ പ്രസൻസ് ഓഫ് മെമ്മറി എലമെൻറ്റ്. മെമ്മറി എലമെൻ്റ് ആണ് ഇവിടെ ശരിക്കും സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത പാരാമീറ്റർ, no clock signal is applied in case of combinational circuit, but in case of sequential circuit the clock signal is required. അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ക്ലോക്ക് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലെക്ചേഴ്സിൽ നമുക്ക് വരും. ക്ലോക്ക് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ടിനെ നമ്മൾ ഒരു ക്ലോക്ക് വഴി കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിനെ ഓൺ ആക്കുക, ഓഫ് ആക്കുക, ആ സർക്യൂട്ടിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഒരു ക്ലോക്ക് വഴിയായിരിക്കും. നമ്മൾ ഒരു ടിപ്പിക്കൽ സ്വിച്ച് പറയുന്ന പോലെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ലാമ്പൊക്കെ ഒരു സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സീക്വൻഷ്യൽ സർക്യൂട്ടിലെ മെമ്മറി എലമെൻറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലോക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മൂന്നാമത് ഇതിൻ്റെ ബ്ലോക്ക് ഡയറാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സർക്യൂട്ടിന് വിച്ച് ഹാസ് മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ബട്ട് ഇൻ കേസ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് വി ഹാവ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ഓൾറെഡി. The combination circuit is fed back, that is output of combination circuit is fed back to the input of combination circuit and which results a memory element. The memory element is controlled by a clock. അല്ലേ, ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലോക്ക് ഡയറി ഇരിക്കുന്നത്. ഇനി നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാഫ് ആഡർ ഈസ് വൺ ഓഫ് എ കോമ്പിനേഷൻ സർക്യൂട്ട്. ഫുൾ ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് സബ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ എക്സാമ്പിളാണ്. സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് പ്രൈമറി എക്സാമ്പിൾ ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾക്ക് ഈ മെമ്മറി എലമെൻ്റാണ് ശരിക്കും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. ദ ഫണ്ടമെൻ്റൽ എലമെൻറ്റ് ഓഫ് എ മെമ്മറി, അതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. കൗണ്ടറാണ് അടുത്തതാണ് രജിസ്റ്റർ അല്ലെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ 3 ടൈപ്പ് സീക്വൻഷ്യൽ സർക്യൂട്ടാണ്, 3 എക്സാമ്പിളാണ് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടിന്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ കോമ്പിനേഷൻ സർക്യൂട്ട് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പാരിസൺ വെച്ചിട്ട് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞിരുന്നു ടൈപ്സ്. ഫസ്റ്റ് ടൈപ്പാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പാണ് കൗണ്ടർ, തേർഡ് ടൈപ്പാണ് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. 3 ടൈപ്പ് സീക്വൻഷ്യൽ സർക്യൂട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ we have the first type of flip flop is called SR flip flop. What is S, what is R എന്ന് ചോദിക്കുകയാണെങ്കിൽ S stand for set, R stand for reset. അപ്പോൾ എന്തായിരിക്കും SR flip flop? സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനായിരിക്കും നമ്മൾ SR flip flop എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കോൾഡ് D flip flop. D എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിലേ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയാണ് നമ്മൾ D flip flop എന്ന് പറയുന്നത്. The third type of flip flop is JK flip flop. JK J stand for Jack and K stand for Kill B. So Jack and Kill B flip flop neയാണ് basically നമ്മൾ എന്ത് പറയുന്നത്? JK flip flop എന്ന് പറയുന്നത്. നാലാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് T flip flop. T എന്ന് പറഞ്ഞാൽ ബേസിക്കലി T stand for Toggle. Toggle flip flop ആണ് ബേസിക്കലി എന്ത് വരുന്നത്? T flip flop എന്ന് പറയുന്നത്. അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് മാസ്റ്റർ സ്ലേവ് JK flip flop. സോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഈസി ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇരിക്കുന്നത്.
ഇനി നമുക്ക് മൊത്തത്തിലൊരു സിലബസ് ഔട്ട്ലൈൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓവറാൾ സിലബസ് ഔട്ട്ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനും ഐ ടിക്കും ഈ സിലബസ് എന്ന് പറയുന്നത് കോമൺ ആണ്. കമ്പ്യൂട്ടർ സയൻസിനും ഐ ടിക്കും സെയിം സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ബയോമെഡിക്കൽ ഈ ബ്രാഞ്ചസിൻ്റെ ഒക്കെ സിലബസിൽ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ ടോപ്പിക് വൈസ് ഡിസ്കഷനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് ആണ്. നിങ്ങൾ നോക്ക്, ഇതാണ് ബേസിക്കലി സിലബസ് വരുന്നത്. സോ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ടൈപ്സ് പഠിക്കാനുണ്ട് അല്ലേ. SR, JK, T and D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ അതിൽ കുറേ പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൽ ട്രിഗറിങ് എന്താണ്, മാസ്റ്റർ സ്ലേവ് എന്താണ്, അതുപോലെ കുറേ കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ മൊഡ്യൂളിൽ എന്താണ് രജിസ്റ്റർ എന്ന് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ടൈപ്പായിട്ട് രജിസ്റ്റർ പറഞ്ഞല്ലോ. എങ്ങനെയാണ് രജിസ്റ്റർ വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് കൗണ്ടർ പഠിക്കാനുണ്ട്. എന്താണ് കൗണ്ടർ? കൗണ്ടറിൽ 2 ടൈപ്പ് പഠിക്കാനുണ്ട്. ഒന്ന് അസിൻക്രണസ് കൗണ്ടറും ഒന്ന് സിൻക്രണസ് കൗണ്ടറും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് എക്സാക്ട്ലി കംപ്ലീറ്റ് സീക്വൻഷ്യൽ സർക്യൂട്ടാണ് നമ്മളിപ്പോൾ ഈ 4th മൊഡ്യൂളിൽ പഠിക്കുന്നത്. കുറച്ച് ലെങ്തി മൊഡ്യൂളാണ്, അത്യാവശ്യം പഠിക്കാനുണ്ട് കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഏറ്റവും എഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വൈറ്റ് ബോർഡിൽ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇതാണ് ബേസിക്കലി മൊഡ്യൂൾ 5 വരുന്നത്. മൊഡ്യൂൾ 5ലും സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട്, ഷിഫ്റ്റ് രജിസ്റ്റർ. അത് നമ്മൾ പഠിക്കും ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണെന്ന്. അപ്പോൾ ഇതാണ് ബേസിക്കലി, ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഐഡിയ തൊട്ട് നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം.